US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള ആക്രമണം 5 ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇതോടെ ഇന്ത്യൻ വിപണികളെല്ലാം നല്ലൊരു റാലിയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഇനി FISന്റെ സെല്ലിങ്ങിനെ സംബന്ധിച്ചാണ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത്. അവരുടെ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് മാർച്ച് മാസത്തിൽ 1 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു. മുൻപ് 1 ലക്ഷത്തിന് മുകളിലുള്ള ഒരു സെല്ലിംഗ് വന്നിരുന്നത് കഴിഞ്ഞ 2024 ഒക്ടോബർ മാസത്തിലായിരുന്നു. ഇനി DISന്റെ ഭാഗത്ത് നിന്നും വലിയ ഒരു ബൈയിങ് തന്നെയായിരുന്നു മാർച്ച് മാസത്തിൽ കാണാൻ കഴിഞ്ഞത്. 1,14,000 കോടിക്ക് മുകളിലുള്ള ഒരു ബൈയിങ് അവർ ക്യാഷ് മാർക്കറ്റിൽ നടത്തി. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ നല്ല നേട്ടത്തിലാണുള്ളത്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിരിക്കുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 3.29% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റും 3% മുകളിലുള്ള ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇന്ന് നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,185 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 250 പോയിന്റ്സിലേറെയുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി വാറിന്റെ ടെൻഷനുകൾ കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെ വന്നു തുടങ്ങിയപ്പോൾ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $100 താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $98 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 5.5% ഇടിവിലാണുള്ളത്. ഇനി ഇന്ന് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒന്നൊരു പോസിറ്റീവ് വാർത്തയുമാണ്, ഒന്നൊരു നെഗറ്റീവ് വാർത്തയുമാണ്. ആദ്യം ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയിലേക്ക് പോകാം. ഹോർമസ് കടലെടുക്ക് 2 ഇന്ത്യൻ LPG കാരിയറുകൾ കടന്നു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതേസമയം നെഗറ്റീവായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഗോൾഡ്മാൻ സാച്ചസ് ഫിനാൻഷ്യൽ ഇയർ 2026 ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 7% നിന്ന് 5.9% കുറച്ചിരിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിന്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228.